ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് നിങ്ങളെന്നാണ്. നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടാവാം. എനിക്കങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നേരത്തെ നടക്കാത്ത എന്തൊക്കെയോ സ്വപ്നങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. വീണ്ടും നിങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുവെന്നും കാണുന്നുണ്ട്. ഇപ്പോൾ പ്രമോഷൻ ആകാം, അത് അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ്, ഇതൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ ശരിക്കും ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത എന്തോ ഒരു കാര്യം ഈ സമയം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വരുമാനം ലഭിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയിലാണ് കുറച്ചാളുകൾ എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല കാര്യങ്ങളും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. മാത്രമല്ല പുതിയൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന പൈസയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതുമാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും ഈ ഒരു സമയം നിങ്ങളിൽ കാണുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് വന്നിട്ടുള്ളത് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ പവർ ഇവിടെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ പറയുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ബോസിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള മറ്റാരോടെങ്കിലും കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ കൊണ്ടത് അംഗീകരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ ഒരു സമയം നിങ്ങൾക്കങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു സ്ട്രെങ്ത്, അത് പാസ്റ്റിൽ നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കൊരു അത്ഭുതം തന്നെ തോന്നാം. എനിക്ക് ഇങ്ങനെ ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റി, അങ്ങനെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഓർക്കുമ്പോൾ സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ വിശ്വസിച്ചതിനേക്കാൾ സ്ട്രോങ് ആണ് നിങ്ങളെന്ന് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്.
ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ പോലും സ്വയം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങളുടെ പവർ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എടുത്തു ചാടി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിവുണ്ട്. മാത്രമല്ല മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. നിങ്ങളെ മാത്രമല്ല മറ്റുള്ളവരെ കൂടി നിങ്ങൾ അനുസരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് മറ്റുള്ളവർ. അതായത് നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു തോന്നലൊക്കെ ഈ സമയം തോന്നുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തും പല കാര്യങ്ങളും നിങ്ങൾ സക്സസ്ഫുൾ ആക്കാൻ ശ്രമിച്ചിട്ട് പോലും ചിലപ്പോൾ പാസ്റ്റിൽ ഇതൊന്നും നടക്കാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിന്, ആ ഒരു ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ആ ഒരു ഫലം കിട്ടുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ ക്ഷമ വേണം എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ കാര്യത്തിനെല്ലാം ഇവിടെ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമയോടിരിക്കുക. കുറച്ചാളുകൾ നിങ്ങളുടെ ക്ഷമ കാണിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിലാവശ്യമില്ലാത്ത കാര്യത്തിന് വിഷമിച്ചിരിക്കുന്ന ആളുകൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് എന്നൊരു മെസ്സേജുമുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കുറേ ആളുകൾ വെയിറ്റിംഗ് എനർജിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ഒരു ഹാർഡ് വർക്കിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഫലം ലഭിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 2 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇത്. ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് നിങ്ങളുടെ തന്നെ ജീവിത പങ്കാളിയായിട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ ഒരു പങ്കാളി വന്നേക്കാം. അപ്പോൾ എന്തായാലും ഒരു പ്രോഗ്രസ് ആണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അവിടെ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും ഒരു മികച്ച മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പം ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നതിനുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് നിങ്ങളിൽ ചിലർ എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് നിങ്ങൾ ഇവിടെ ചിന്തിച്ച് അതിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നുണ്ട്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് സൺ കാർഡാണ്. വലിയ സന്തോഷമാണ്, അതുപോലെ പുതിയ തുടക്കമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് അറിയുമ്പോഴുള്ളൊരു സന്തോഷം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് സന്തോഷമുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ എക്സാം പാസ്സായതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി നിങ്ങൾ ചിലപ്പോൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം, അത് ഏറ്റവും സന്തോഷമുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷമാണ് ഈ ഒരു സമയം നിങ്ങൾക്കെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം ശരിക്കും നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡൊക്കെ ഒന്ന് ഹീലായിട്ടുണ്ടാവാം. പാസ്റ്റിലുള്ള ആ ഒരു ട്രോമയൊക്കെ മാറി നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊരു ഒരു ക്ലാരിറ്റി ഉണ്ടാകും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത്രയും നാളും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ഇനി എല്ലാം ശരിയാകും, അതിനുള്ള സമയമാണ് എന്നൊക്കെയുള്ളൊരു തോന്നലുകൾ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഹാപ്പിനെസ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരിക്കാം അത്. നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുവെന്നും കാണുന്നുണ്ട്.
മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ നിങ്ങളിൽ ചില ആളുകൾക്കുണ്ടെന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം ഈ സമയം നടക്കുന്നതുമാവാം. അപ്പോൾ മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളൊക്കെ ഒന്ന് നിങ്ങൾ മാറ്റി നിങ്ങൾ ആ ഒരു ഉന്മേഷത്തിലേക്ക് മാറുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ അനൗൺസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതാവാം. അപ്പോൾ അത്തരത്തിലുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി തന്നെയാണ് ഇതിൽ കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ഇരുട്ട് മൂടിയ ആ ഒരു ജീവിതത്തിലേക്കൊരു വെളിച്ചം വന്നെത്തുന്ന ഒരു സാഹചര്യമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഹെർമിറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളിലേക്കൊന്ന് ഒതുങ്ങുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളെപ്പോഴും ഫിസിക്കൽ ബോഡിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളും നമ്മുടെ സോളിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻ. അതുപോലെ തന്നെ നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി നമ്മൾ എടുക്കാതിരിക്കാനുമൊക്കെ ഈ ഒരു സമയം ശ്രമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വഴിവിളക്കാകുന്നു എന്നുള്ളതാണ്. നമുക്ക് വെളിച്ചമേകിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് കൂടി നമുക്കൊരു വഴികാട്ടിയാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഒക്കെ ശരിക്കും ഓപ്പൺ ആകുന്ന ഒരു സമയമാണ്. ഹാർട്ട് ചക്ര ഹീലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു സ്നേഹവും പ്രകാശവും ഒക്കെ നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് ഈ സമയം കിട്ടുന്നുവെന്നും കാണുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ മെഡിറ്റേഷനും എല്ലാം നിങ്ങൾക്ക് നല്ലൊരു കോൺസെൻട്രേഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു ഫലം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ കണ്ടില്ലേ, തൊട്ടു താഴെ വന്നിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റാരേക്കാളും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇൻറ്റ്യൂട്ടീവായ ആൾക്കാരാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് നിങ്ങൾക്ക് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ആ ഒരു ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുമെന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളത് പ്രാണായാമം ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കാം. കാരണം നിങ്ങൾക്ക് വളരെ സ്പിരിച്വൽ പവർ ഉള്ള ആളാണെന്നുള്ളതാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് കഴിവുകളുള്ള, സ്പിരിച്വൽ പവർ ഉള്ള ഒരു ആളാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരം നിങ്ങൾക്ക് തന്നെ ഇൻറ്റ്യൂഷനായിട്ട് ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വെറും തോന്നലുകളാക്കി കളയാതെ നിങ്ങളത് വിശ്വസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിനൊരു സഹായം അത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളിൽ വരുന്ന ഇൻറ്റ്യൂഷൻസ് നിങ്ങൾ വിശ്വസിക്കുക. മാത്രമല്ല നിങ്ങൾ ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് സമാധാനത്തോടിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷമായിരിക്കും ഈ സമയം. കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നുള്ളതാണ്. ഒരുപാട് കാലം ചിലപ്പോൾ നിങ്ങൾക്ക് നടക്കാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമാകാം ഇത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാലം കൊണ്ട് തടസ്സപ്പെട്ട് കിടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നതിൻ്റെ ഒരു സന്തോഷം,
അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇതിൽ നിങ്ങളിൽ ചില ആളുകൾ ഒരു വിവാഹത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ ഇതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും അതുപോലെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനും നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കുവാനും ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുമുള്ള പല അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നമ്മളിൽ എന്താണോ ഇപ്പം ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറ്റിയ ആ ഒരു കാര്യം അതിൽ മാത്രമാണ് ഇതിൽ ചിലർ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എന്നുള്ളതാണ് അത്. പക്ഷേ അതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളത് ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് ഇമോഷനിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ്, എന്താണ് ദൈവം തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനോ ഒന്നും പറ്റുകയില്ല. അപ്പോൾ നിങ്ങൾ കാണാത്ത കുറേ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാധ്യതകളെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ നിരാശയിൽ നിന്നും ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ആ ഒരു ഫിഗറിലേക്ക് നിങ്ങൾ വരണം. മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് ചേഞ്ച് നിങ്ങൾക്ക് വരണം എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ തന്നെയുള്ള ആ ഒരു ഹിഡൻ ആയിട്ടുള്ള സന്തോഷം നിങ്ങൾ കണ്ടെത്തുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവർ നിങ്ങൾക്ക് ഒരു മൂല്യവും തരാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ നമ്മളെക്കാൾ ഏറെ സമയം കൊടുക്കുകയും എനർജി കൊടുക്കുകയും നമ്മുടെ സമ്പാദ്യമൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പക്ഷേ നിങ്ങൾ അങ്ങനെ കൊടുക്കും തോറും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സാഹചര്യമോ നിങ്ങൾക്കത് തിരിച്ചു തരില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ആദ്യം നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആത്മാവ് ഇവിടെ സന്തോഷിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹെർമിറ്റ് എനർജി പറയുന്നതും നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറച്ച് ആളുകൾ ഒരു യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഇത് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിവിടെ ഒരു ട്രാവൽ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ചാരിയറ്റാണ്. പിന്നെ ഇതിൽ തീർച്ചയായും എന്ത് വന്നാലും മുന്നോട്ട് പോകും എന്നൊരു കോൺഫിഡൻസ് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ സമയം ഒരു മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാത്രമല്ല അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു ആത്മവിശ്വാസമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു ശുഭാപ്തി വിശ്വാസമുണ്ടാകും. എന്തെന്നാൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും നിങ്ങൾക്കൊരു ബാലൻസിൽ കൊണ്ടുവരാൻ ഇവിടെ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നൊരു ഉറച്ച തീരുമാനം ഈ ഒരു സമയം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ എടുക്കണം. കാരണം എന്ത് വന്നാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കാനോ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനൊരു വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഭയപ്പെടുന്ന പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് ആവശ്യമായ കരുത്തും അതുപോലെ സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക്
വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് റിസീവ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ മാത്രമാണ്. അതാണ് ഈ ഒരു 5 ഓഫ് കപ്സ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്ര മോശം സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ പോസിറ്റീവ് ആകാനുള്ള 1-2 കാര്യങ്ങൾ മുന്നിലുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അത് കാണാതെ നമ്മുടെ പ്രശ്നങ്ങളെ മാത്രം കണ്ട് നമ്മളിങ്ങനെ ഡിപ്രഷനിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എത്ര വലിയ പ്രശ്നങ്ങളായാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്കതിൽ നിന്നും മാറിപ്പോവുക തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ വിഷമത്തിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നല്ല സഹായം വരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും വിഷമങ്ങളും ഒന്നും ദൈവം കാണാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് ശരിക്കും ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാരിയറ്റ് എന്ന് പറയുന്നത് വിക്ടറി ആൻഡ് സക്സസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിക്ടറി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള വേർഷനിലേക്ക് മാറാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാളും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആ ഒരു ആളായിട്ട് മാറാൻ നിങ്ങൾക്കിവിടെ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളൊരു ലീഡർഷിപ്പ് റോളിലേക്കൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിലൊക്കെ നേതൃത്വം എടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി മാറുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും, കാരണം ഇവിടെ ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. കുറേ ആൾക്കാർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാറ്റിനും ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടേതായ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈവൻ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് വേണ്ട ആ ഒരു സ്ഥാനത്തിലേക്ക് നിങ്ങളെത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന ആ ഒരു അംഗീകാരം അവർ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ നമ്മളെക്കുറിച്ചൊരു മതിപ്പൊക്കെ തോന്നാം. അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുറവുകളിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സമയം മറ്റു ചില വ്യക്തികൾ കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരു അഭിമാനമൊക്കെ തോന്നാം. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്ഥാനത്തിൽ എത്തി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പവറിൽ എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിലൊക്കെ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട്. മാത്രമല്ല എംപററിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടേതായ ഒരു സിംഹാസനം ഉണ്ടാക്കി അതിലിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ സെൽഫ് മെയ്ഡ് ആണ് എന്ന് നിങ്ങൾ സ്വയം തോന്നുന്ന ഒരു സമയമാണ്. എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു കാര്യം ഇതാണ്, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിലൊരുപാട് ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റാരുടെയും സഹായമില്ലാതെ അല്ലെങ്കിൽ മറ്റാരും കൂടെയില്ലാതെ നമ്മൾ സ്വയം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഒരു ആത്മവിശ്വാസവും ഒരു അഭിമാനവും ഒക്കെ ആകാം. പക്ഷേ അതൊരു ഈഗോ ആക്കി നിങ്ങൾ മാറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് അനലൈസ് ചെയ്ത് നിങ്ങളൊന്ന് നോക്കുക. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ബെറ്റർ പേഴ്സൺ ആകാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.